ഹലോ, അല്ല നമുക്ക് തിരിച്ചു പോണ്ടേ? ഊട്ടിയിൽ വന്നിട്ട് ഒരുപാട് നാളായി. 2 ദിവസത്തേക്കെന്ന് പറഞ്ഞല്ലേ വണ്ടി വിളിച്ചത്? അല്ല, മനസ്സിലായില്ല. മനസ്സിലായില്ലേ? എടാ പൊട്ടി കള്ളവരുടെ മോനെ, നിനക്കൊന്നും മനസ്സിലായില്ലേ? എന്റെ കാർ ഓടണം. കാറ് അത് രംഗണ്ണന്റെ ആൾക്കാരെ ഏൽപ്പിച്ചാ ഞങ്ങൾ പോയത്. എവിടെയാ രംഗൻ? എനിക്കറിയില്ല. അയാളെ കണ്ടിട്ടും കാര്യമില്ല. അത് പാർട്സായി വിറ്റ് കാണും. അതിന്റെ കാശ് വേണമെങ്കിൽ ആ ശിവന്. അവൻ എവിടെയുണ്ടെന്ന് നിനക്കറിയാം? പറയണം. പറയാം. എവിടാ രംഗൻ? എനിക്കറിയില്ല. നിനക്കറിയാം? പറയണം. ഇല്ല, കുറച്ചു നാളായി ഇങ്ങോട്ട് വന്നിട്ട്. ഇനി എന്ന് വരുമെന്നുള്ളതൊന്നും പറയാനാവില്ല. ശിവ, ഇതിന് രംഗണ്ണൻ നിന്നെ വെറുതെ വിടില്ല. നിന്റെ മരണം നീ വിളിച്ചു വരുത്തുകയാണ്. സൂക്ഷിച്ചോ. സൂക്ഷിക്കാൻ അവനോട് പറഞ്ഞേക്ക്, രംഗനോട്. ഇത്രയും കാലം അവൻ കാണിച്ച എല്ലാ തന്തയില്ലായ്മയ്ക്കുമുള്ള ശിക്ഷ ഇതാ ഈ വലം കൈയിൽ ഞാൻ കൊണ്ടു നടക്കുകയാണ്. അവനെ കണ്ടു കിട്ടുന്ന ദിവസവും കാത്ത് പറഞ്ഞേക്ക് അവനോട്. ഇറങ്ങട്ടെ ആന്റി? ഇനി ഞാനൊന്നും പറയണില്ല. മോളുടെ തീരുമാനം മാറില്ലല്ലോ. പോവാതെ വയ്യ ആന്റി. ശിവനെ ഫേസ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. എനിക്ക് കുറ്റബോധമുണ്ട്. പിന്നെ ഓരോന്ന് ആഗ്രഹിച്ചു പോയതിന് എന്നോട് തന്നെയുള്ള പുച്ഛവും. ഇനിയും വൈകിയ ട്രെയിൻ മിസ്സാകും. എന്റെ മനസ്സ് നിറയിപ്പം ശിവന്റെ അനിതയുടെ വിവാഹമാണ്. നമുക്കത് ഗംഭീരമാക്കണോടു. വേണം. അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് അവക്കിപ്പോ നമ്മളേ ഉള്ളൂ. ഇതെല്ലാം അവരെ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ സെക്കൻഡ് ഹണിമൂൺ തുടങ്ങാൻ. എന്താ? ഉവ്വ ഉവ്വ.